തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാകും പുറത്തുവിടുക. എന്നാൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കം നിർണായകമാണ്. അതേസമയം രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുവരാത്തതും ശ്രദ്ധേയമാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നീട് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ആസൂത്രിതമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാറ്റുന്നു എന്നുള്ള വലിയ ആരോപണം വരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ BJPയും എല്ലാം രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളിയെങ്കിലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. അത് സംബന്ധിച്ചൊക്കെ ഇനി ഏത് രീതിയിലായിരിക്കും ഒരു നീക്കമുണ്ടാവുക? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അത് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ സംവിധാനം ഉപയോഗിച്ച് മാത്രമുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇത്തരത്തിലൊരു ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പൗരനോ ഇത്തരത്തിൽ വോട്ടുകൾ ഓൺലൈനായി നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അക്കാര്യത്തിലാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത് പറഞ്ഞത് ഇത്തരമൊരു നീക്കം നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് അസംബന്ധമായ പ്രചരണമാണ് എന്നുള്ളത് പറയുന്നു. മറ്റൊരു കാര്യം പ്രധാനമായും പറഞ്ഞത് ഈ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു സാഹചര്യമോ എന്നുള്ളതല്ല. അതായത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് 6018 വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരമൊരു ശ്രമം നടന്നത് ചൂണ്ടിക്കാണിച്ചു, അത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ആ സമയത്താണ് ഈ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നടന്നിട്ടും കോൺഗ്രസ് ജയിച്ചു എന്നുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഷ്ട്രീയ ആരോപണമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി കൂടുതലായി മുന്നോട്ട് വെച്ചത്. ആ രാഷ്ട്രീയ ആരോപണത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനം നേരിട്ട് മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച അതേ നിലപാട് തന്നെയാണ് BJPയും വെക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു സാഹചര്യം മാത്രമാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഈ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നീട് പല വിഷയങ്ങളിലും, റഫേൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നീട് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരം ശീലമായി രാഹുൽ ഗാന്ധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് BJP ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള കൂടുതൽ വിശദീകരണം നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കൽബുർഗി ജില്ലയിൽ പെടുന്നതാണ് ഈ മണ്ഡലം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിലെ അവിടെ അധികം വോട്ടുകൾ 6850 വോട്ടുകൾ അധികമായി ചേർത്തതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉയർത്തിയത്. ഈ 2 കാര്യങ്ങളിൽ വ്യക്തമായ മറുപടിയിലേക്ക് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിട്ടില്ല. മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. മാത്രമല്ല, ഇക്കാര്യങ്ങൾ തന്റെ ഒരു വെല്ലുവിളി തന്നെയാണ്, ഇത് ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടുകൾ എടുക്കട്ടെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ട് തന്നെയാണ്. കർണാടകയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ക്രമക്കേടുമായുള്ള ശ്രമം നടന്നിരുന്നു. അതിൽ തന്നെ നിരവധിയായ അപേക്ഷകൾ വന്നു. 24 അപേക്ഷകളിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു സ്ഥിരീകരണം കർണാടകത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്ന് ഇരു കമ്മീഷനുകളും വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഒരു തരത്തിലും കോൺഗ്രസ് അതിശക്തമായ ഒരു പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നില്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം ഇന്നലെ വാർത്താ സമ്മേളനം നടക്കുന്നു, അതിനുശേഷം തന്നെ ഈ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകളും മറ്റും വന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പ്രചരണ പരിപാടിക്കോ മറ്റു പ്രതികരണങ്ങളിലേക്കോ BJPയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമോ ഒരു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ദേശീയ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റയാൾ പോരാട്ടമായി തന്നെ BJP കണക്കാക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം മറുപടി പറഞ്ഞ് പോകുകയാണെങ്കിൽ ഇതിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരോ മറ്റ് പ്രധാന ചുമതലയുള്ളവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ട് മോഷണം, അതുപോലെ തന്നെ വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിലൊക്കെ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ്, പ്രത്യേകിച്ച് വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുമെന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുള്ളതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ വോട്ട് മോഷണവും ഒക്കെ രാജ്യത്ത് വലിയ
വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്.